പരശുരാമൻ എല്ലാ വിധത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ ബ്രാഹ്മണരെ സേവകരാക്കി വെച്ചു എന്നാണ് പറയുന്നത്. ശൂദ്രരെ കൊണ്ടുവന്നു, അടിയാരെ കൊണ്ടുവന്നു, കുടിയാരെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ എല്ലാം അങ്ങനെയാണ് കേരളോൽപ്പത്തിയിൽ പറയാം. അതെ, ആ ക്ഷത്രിയന്മാരില്ല ഇവിടെ. കാരണം ക്ഷത്രിയന്മാരെ മുഴുവനും നശിപ്പിച്ചിട്ടാണല്ലോ പരശുരാമൻ വന്നത്. അപ്പോൾ ഒരു ക്ഷത്രിയനെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് മൂഷകവംശം. അവരുടെ ഒരു കഥ എന്ന് വെച്ചാൽ എലിമാളത്തിൽ ഒരു കുട്ടി, ഒരു ക്ഷത്രിയൻ കുട്ടി ബാക്കിയായി. അപ്പോൾ പിന്നെ എലി വളർത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുറത്തേക്ക് വന്നത്. അപ്പോഴത്തേക്കും പരശുരാമനൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോലത്തിരിയുടെ ആ വംശം ക്ഷത്രിയരാണ്. ഇങ്ങനെ ക്ഷത്രിയരാണെന്ന് അവകാശപ്പെടാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. സാമൂതിരി തളിയിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ഞങ്ങൾ പ്രവേശിക്കില്ല, കാരണം ഈ അമ്പലത്തിൽ ക്ഷത്രിയർ കടക്കാൻ പാടില്ല. ഓരോ ടെക്നിക്കുകൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്ഷത്രിയരില്ല, ബ്രാഹ്മണർ കഴിഞ്ഞാൽ ശൂദ്രർ മാത്രമേ ഉള്ളൂ, വൈശ്യരില്ല. അത് അവർക്ക് ഈ തരത്തിലും ബ്രാഹ്മണരുടെ കണക്ക് നോക്കുന്ന ആൾക്കാർ, മേൽനോട്ടക്കാർ, അവരാണ് മേനോന്മാർ. പിന്നെ ബ്രാഹ്മണന്മാർക്ക് അകമ്പടി പോവുകയും സേവകരായിട്ട് വാള് പിടിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നായന്മാർ. അപ്പോൾ ബ്രാഹ്മണനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കുറേശ്ശെ ബ്രാഹ്മണ്യം കിട്ടുക, പിന്നെ സ്വത്ത്. അപ്പോൾ ബ്രാഹ്മണ്യവും സ്വത്തും കൂടി വരുന്നതിനനുസരിച്ച് അവർ പ്രമാണിമാരായി. അങ്ങനെ പിന്നെ ഞങ്ങളത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ചില ബ്രാഹ്മണന്മാരുടെ പിന്നെ ചട്ടവട്ടങ്ങൾ ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ട് അവർ ശൂദ്രരല്ല എന്നുള്ളൊരു സംഗതി വരികയാണ്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സങ്കടം വന്നിട്ടുള്ള ചില പെൺകുട്ടികളുണ്ടായിരുന്നു എൻ്റെ MA ക്ലാസ്സിൽ. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം, അല്ല നായർ ശൂദ്രന്മാരാണെന്ന് സാറ് പറഞ്ഞത് അത് ശരിയായില്ല. വളരെ കറക്റ്റ്. അത് ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം, സംബന്ധം ആണ്. പിന്നെ സംബന്ധം ആദ്യം വരുന്നത് നാടുവാഴികളായിട്ട് ക്ഷത്രിയർ, നാടുവാഴികളായിട്ട് നായന്മാരുണ്ടായിരുന്നു. അവരും നാടുവാഴികളാവുന്നത് ഈ ബ്രാഹ്മണന് സേവകർ ആയിട്ട് നിൽക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത്തരം ആളുകളിലേക്ക് ഇപ്പോൾ ഇവർ നമ്പൂതിരിമാരുടെ മൂത്ത ആൾ മാത്രമേ വേളി കഴിക്കുള്ളൂ, അതിന് ശേഷം വരുന്ന ആൾക്കാർക്ക് വേളിയില്ല. അപ്പോൾ അയാൾക്ക് കിടപ്പിൻ്റെ വട്ടം എന്നാണ് പറയുക. അപ്പോൾ അവർ മറ്റ് വീടുകളിൽ പോയിട്ട് നായരും അല്ല ബ്രാഹ്മണനും അല്ലാത്ത അമ്പലവാസികൾ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അത് ക്ഷേത്രോപജീവികളാണ്. ക്ഷേത്രത്തിലെ പല കർമ്മങ്ങൾ ചെയ്യുന്നവരും, അതിന് ശ്രീകോവിലിൽ പണി നമ്പൂതിരിയുടെ തന്നെ. അത് പിന്നീട് നമ്പൂതിരി അത് എമ്പ്രാന്തിരിക്ക് വിട്ടുകൊടുത്തു, കാരണം ശാന്തിക്കൊന്നും നമ്മളെ കിട്ടില്ല എന്നുള്ള രീതിയിൽ. പിന്നെ ചുറ്റുവട്ടത്തുള്ള പണികളും അടിച്ച് വൃത്തിയാക്കലൊക്കെ ആയിട്ട് വാര്യന്മാർ അത് ചെയ്തു. പിന്നെ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും ഇതൊക്കെ മാരാന്മാർ ചെയ്തു. അങ്ങനെ കുറച്ചൊരു അമ്പലവാസി വിഭാഗങ്ങൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നായർ, അങ്ങനെയാണ്. അപ്പം ഈ തരത്തിലുള്ള ഒരു സംവിധാനം എല്ലാം എൻഡോഗമസ് കാസ്റ്റാക്കി മാറ്റുന്നത് ഈ നമ്പൂതിരിമാരുടെ ഒരു രീതിയാണ്. കാരണം കണക്കെഴുതാൻ നിന്നാൽ കണക്കെഴുത്തുകാരുടെ മകൻ പിന്നെ കണക്കെഴുത്തുകാരനായിരിക്കും. അതിനൊക്കെ കണക്കെഴുത്ത് വൃത്തി എന്ന് പറഞ്ഞൊരു, ആ വൃത്തി എന്ന് പറഞ്ഞാൽ ആ നിത്യവൃത്തി എന്നുള്ള അർത്ഥത്തിലും കൂടിയാണ്. അതിനുവേണ്ട ഭൂമി അയാൾക്ക് വിട്ടുകൊടുക്കും, അയാളതിൻ്റെ കാരാളനായിട്ട്. അപ്പോൾ അങ്ങനെ ഭൂമിയുടെ മേലെ കാരാളെന്നുള്ള രീതിയിലുള്ള അവകാശം വരുന്നതനുസരിച്ചിട്ടും പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ജോലി ബ്രാഹ്മണനുമായിട്ട് അടുത്ത് നിൽക്കുന്ന സംഗതി ആകുമ്പോഴാണ് അവർക്ക് സ്റ്റാറ്റസ് കൂടുന്നത്. അങ്ങനെ ഭൂമിയുടെ മേലെയുള്ള അവകാശവും പിന്നെ ബ്രാഹ്മണനുമായിട്ടുള്ള ഈ അടുപ്പവും ഒക്കെയാണ് അവർക്ക് സ്റ്റാറ്റസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്.
പിന്നെ കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ഒബ്സർവ് ചെയ്താൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ ശുദ്ധി സങ്കല്പം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇപ്പം തൊട്ടുകൂടായ്മ ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട്, എന്നാൽ കണ്ടാൽ പോലും അശുദ്ധി ആവുക എന്നുള്ളൊരു സങ്കല്പം കേരളത്തിൽ മാത്രം ഉള്ളൊരു പ്രത്യേകതയായിട്ടാണ് തോന്നുന്നത്. ഐ മീൻ അത്രയ്ക്ക് കടുത്തതായിരുന്നു ഇവിടുത്തെ ജാതി വ്യവസ്ഥ. അതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു? അത് ഈ തീണ്ടാപ്പാട് അകലം ഒക്കെ ഇങ്ങനെ സൃഷ്ടിച്ച് ഇങ്ങനെ ഇത് കൊണ്ടുവരാൻ കാരണം ഈ നമ്പൂതിരിമാരുടെ ഇടയിൽ തന്നെയുള്ള പാതിത്യ ദോഷം എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. നമ്പൂതിരിമാരുടെ ഇടയിൽ ഇപ്പം ആയുധം എടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാർ ചാത്തിര ബ്രാഹ്മണർ, ശസ്ത്ര ബ്രാഹ്മണർ എന്നുള്ള രീതിയിൽ, അപ്പോൾ അവർ അഭ്യാസങ്ങൾ കളരികളൊക്കെ അവർ തന്നെയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ഞാൻ വാൾനമ്പിമാർ പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് ഈ വൈദികരായിട്ടുള്ള ആൾക്കാരുടെ അത്ര സ്റ്റാറ്റസ് ഇല്ല. വൈദികരാണ് ഏറ്റവും വലിയ വേദങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ യാഗങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഉരാർ എന്ന് പറയുന്ന ആൾക്കാർ, അവരാണ് വലിയ സ്വത്തുടമകളായിട്ടുള്ള ആൾക്കാർ. ചികിത്സയും അതും ഇതുമൊക്കെ ആയിട്ട് പോകുന്ന മൂസതുമാർ, അത് അവർക്കിങ്ങനെ താഴെ താഴെ വരുന്ന ആൾക്കാർ. ഇവരാരും തന്നെ ഒരു വൈദിക ബ്രാഹ്മണൻ്റെ വീട്ടിൽ പോയാൽ അടുക്കളയിൽ കയറാൻ പാടില്ല, കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. ഈ ചാത്തിര നമ്പൂതിരിയും മൂന്നൂലൊക്കെ ഇട്ട നമ്പൂതിരിയൊക്കെ ആയിരിക്കും. പക്ഷേ തരണനെല്ലൂർ തന്ത്രിയുടെ വീട്ടിലേക്ക് പോയാൽ അത് അവർക്ക് പിന്നെ ഒരു പുല്ലുവായ ഇട്ട് കൊടുക്കും. അവിടെ അങ്ങനെ ഇറയത്തേക്ക് കാല് നീട്ടിട്ട് അവിടെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഉമ്മറത്ത്. അല്ലാതെ പൂമുഖത്ത് നമ്പൂതിരിമാരുടെ ഇടയിൽ ഇരിക്കാൻ പറ്റില്ല. അതുപോലെ സ്ത്രീകളെ അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഇങ്ങനെ അവരുടെ ഇടയിൽ തന്നെ വലിയൊരു ഹയറാർക്കി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൂത്തത്, ഇളയത്, നമ്പീശൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ. അപ്പോൾ അത് ആണ് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഡിഗ്രി. ഇങ്ങനെ പൂന്താനം പറയുന്നുണ്ടല്ലോ, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് ഇതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. താഴേക്ക് ഇങ്ങനെ വന്നിട്ട് പുള്ളുവനും പാണനും തമ്മിൽ ഉണ്ട്, പറയനും പുലയനും തമ്മിലുണ്ട്. പറയൻ എന്ന് പറയുമ്പോൾ അയാൾ ഈ ചത്ത കാളയും ഒക്കെ കൊണ്ടുപോകുന്ന ആളാണ്. ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷെ ആ പറയന് വലിയ തീണ്ടാപ്പാട് അകലത്ത് നിൽക്കണം, പൊല്യൂഷനുണ്ട്. ഈ പുലയനും പൊല്യൂട്ടിങ് കാസ്റ്റാണ്. അതിന് പുറമെ അയാൾ അടിമയും കൂടിയാണ്. പുലയരേക്കാൾ താഴ്ന്നതാണ് പറയരെന്ന് പുലയർ തന്നെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ മോളിൽ നിന്ന് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം പുല വരുത്തുന്ന ആൾക്കാരാണ്, അൺടച്ചബിൾസാണ്. ഞാൻ പറഞ്ഞത് ഈ അൺടച്ചബിൾസിൻ്റെ ഇടയിൽ തന്നെ ഈ ഹയറാർക്കി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പാണനെ സംബന്ധിച്ചിടത്തോളം പാണൻ വിശ്വസിക്കുന്നത് ഞാൻ പുള്ളുവനേക്കാൾ വളരെ മുകളിലാണെന്ന്. പുള്ളുവൻ വിശ്വസിക്കുന്നത് ഞാൻ പാണനേക്കാൾ വളരെ മുകളിലാണ്. ഏതായാലും പാണൻ, ഞാനിങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്, പാണൻ പിന്നെ ഈ ഒരു തരം വീണ ഉണ്ടാക്കും. പാണൻ വീണയും ആയിട്ട് ചെല്ലുന്നതും അയാളുടെ ദാരിദ്ര്യത്തിൻ്റെ പേരാണ്. അപ്പോൾ പാണൻ്റെ വീണ കരയുകയാണെങ്കിൽ പുള്ളുവൻ്റെ കുടം തേങ്ങാണ്. അത് ഇത് ആക്സിഡൻ്റലായിട്ടുള്ള സംഗതിയല്ല. പുള്ളോർ കുടം പോലെ തേങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി പറയുള്ളൂ. അത് അഡർണോ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് സൈദ്ധാന്തികൻ്റെ ഒരു തിയറി ഉണ്ട്. അത് വയലിൻ എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടായതാണ് എന്ന്. അപ്പോൾ ആദ്യത്തെ തിയറി അയാൾ എന്താണോ മനുഷ്യൻ്റെ ജീവിത സാഹചര്യം, ആ സാഹചര്യത്തിൻ്റെ ശബ്ദം എന്താണ്, അത് തേങ്ങലിൻ്റെയും കരച്ചിലിൻ്റെയും ഒക്കെ ആണെങ്കിൽ അയാളെ അമ്യൂസ്മെൻറ്റിലും ഒരു മ്യൂസിക് ഉണ്ടാകുമ്പോൾ ആ മ്യൂസിക് ആ ശബ്ദമാണ് പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വയലിൻ പ്രൊഡ്യൂസ്ഡ് ദി മിസറബിൾ സൗണ്ട് ഓഫ് എ സർഫ്. ഫ്യൂഡലിസത്തിലെ സർഫ് അനുഭവിച്ചിരുന്ന ആ കാലത്ത് ഒരു കഷ്ടമുണ്ടല്ലോ. സർഫിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ഈ വയലിൻ. അപ്പോൾ ആ വയലിന് ഉണ്ടാക്കുന്നത് ഒരു കരച്ചിലാണ്.
ആ കരച്ചിലിങ്ങനെ കേൾപ്പിക്കാൻ. അത് ആ തിയറി വെച്ച് നോക്കിയാൽ ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുടെ മ്യൂസിക്കും അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന മദ്ദളം കൊട്ടുന്ന മാരാർ അവർ അമ്പലത്തിലെ പടച്ചോറും കേട്ട് വിശപ്പ് എന്താണെന്ന് അറിയാത്തൊരു കാസ്റ്റാണ്. അപ്പോൾ അവർക്ക് പൊട്ടിച്ചിരിയുടെ അട്ടഹാസത്തിൻ്റെയൊക്കെ ശബ്ദം പുറപ്പെടുവിക്കുന്ന മദ്ദളം പോസിബിളാണ്. അല്ലെങ്കിൽ ആസുരമായ രീതിയിൽ കൊട്ടി എല്ലാവരെയും ചേക്കിട്ട് അടപ്പിക്കുന്ന തരത്തിലുള്ള ചെണ്ടമേളം സാധ്യമാണ്. അതല്ല പുള്ളുവൻ്റെ സ്ഥിതി. ആ കോടമായിട്ട് എന്നിട്ട് സംഗതി. അപ്പം ഇത് ആക്സിഡൻ്റൽ അല്ല, അത് അവരുടെ ജീവിതമായിട്ട് നേരിട്ട് ദൈനംദിന ജീവിതത്തിൽ എന്താണോ അവരുടെ നിലനിൽപ്പിൻ്റെ ശബ്ദം എന്താണ്, അത് കരച്ചിലിൻ്റെയും തേങ്ങലിൻ്റെയും ആണെങ്കിൽ അവരെ എമ്യൂസ്മെൻറ്റും അത്തരത്തിൽ ഉള്ളതായിരിക്കും. അതാണ്.